കേസിൽ പ്രതിക്കായി വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി വിദേശത്തേക്ക് കടന്നതിന് പിന്നാലെയാണ് നീക്കം. രാഹുലിന്റെ മാതാവിനെതിരെയുള്ള പെൺകുട്ടിയുടെ മൊഴി നൽകിയതും ഇന്നത്തെ വാർത്താ പകൽ കണ്ടു. രാഹുലിന്റെയും മാതാവിന്റെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. രായ്ക്കുരാമാനം നാടുവിട്ട രാഹുൽ ജർമ്മനിയിലെത്തിയെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതോടെ അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കുകയാണ് പോലീസ്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള തീരുമാനവും ഇന്നുണ്ടാകുമെന്നാണ് സൂചന. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴി ഇന്നലെയാണ് അന്വേഷണ സംഘം വീട്ടിലെത്തി രേഖപ്പെടുത്തിയത്. മൊഴിയിലുള്ളത് രാഹുലിനും മാതാവിനുമെതിരായ ഗുരുതര ആരോപണങ്ങൾ. വിവാഹം കഴിഞ്ഞതിൻ്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവ് പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങിവെച്ചു. അഭിനന്ദനമായി വന്ന സന്ദേശങ്ങൾ പോലും മോശമായി ചിത്രീകരിച്ചു. 12-ാം തീയതി പുലർച്ചെ യുവതിയെ മർദ്ദനത്തിനിരയാക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ രാഹുലിൻ്റെ അമ്മയും സുഹൃത്തും സഹോദരിയും അടക്കമുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഇവരാരും തന്നെ സഹായിക്കാനായി എത്തിയില്ലെന്നും പെൺകുട്ടി മൊഴി നൽകി. കോഴിക്കോട് ബീച്ചിൽ ആദ്യമായി പോയപ്പോൾ ഭർത്തൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് രാഹുലിനോട് പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ് രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നും മൊഴിയിലുണ്ട്. ഭർത്താവും ഭർത്തൃമാതാവും സുഹൃത്തും ചേർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടെന്നും തന്നെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചപ്പോൾ താൻ ഛർദ്ദിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. 12-ാം തീയതി പുലർച്ചെ മർദ്ദിക്കുന്ന സമയത്ത് തനിക്ക് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ടെന്നും ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചാണ് രാഹുൽ ഉപദ്രവിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 8 പേജുള്ള മൊഴിയാണ് പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രാഹുലിന്റെ മാതാവിനെ അടക്കം പ്രതിയാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബംഗളൂരു വഴി സിംഗപ്പൂരിലെത്തിയ രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതായാണ് വിവരം. ഇതോടെ അന്വേഷണം രാജ്യത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. പ്രതിയെ പിടികൂടുന്നതിനായി ഇന്റർപോളിന്റെ സഹായവും തേടി. രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടിയും പോലീസ് ആരംഭിച്ചു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയെന്ന് പെൺകുട്ടിയുടെ പിതാവ്. മാപ്പ് ചോദിച്ചതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമല്ലേ. കേവലം ഒരു അടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ അല്ലല്ലോ. ഇത് വധിക്കാൻ വേണ്ടി ആണല്ലോ ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ചെയ്തത്. അതിൽ മാപ്പ് ചോദിച്ചതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. I have already given instructions to the Raj Bhavan to seek a report from the police headquarters about this. പ്രതി രാഹുലിന്റെ പന്തീരങ്കാവിലുള്ള വീട്ടിലെത്തി അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. തുടരന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ നിർണായകമാണ്. അതിനിടെ കേസിൽ പന്തീരങ്കാവ് പോലീസിന് വീഴ്ചയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതിയുടെ അറസ്റ്റിന് മുൻപ് തന്നെ പ്രതിയുടെ അമ്മയുടെ അടക്കം അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പെൺകുട്ടിയുടെ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.